Hi guys, welcome to VLAN Study Platform. First News GS Paper 1 Culture റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഭവാനി ജമാക്കലം. ഭവാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലുള്ളൊരു സ്ഥലമാണ്. ഈ ഭവാനിയിലുള്ള അവിടെയുള്ള നെയ്ത്തുകാർ ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്കായിട്ടുള്ളൊരു ബ്ലാങ്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഭവാനി ജമാക്കലം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിലുള്ള നെയ്ത്തുകാർ ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോട് കൂടി അവർക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്താണ് ഇവർ എന്ത് ചെയ്തത്, ഒരു പുതിയ ടൈപ്സ് ഓഫ് ഗാർമെൻറ്റ്സ് ഇൻവെൻറ്റ് ചെയ്തത്. അന്ന് മദ്രാസ് പ്രൊവിൻസ് ആയിരുന്നു, തമിഴ്നാടല്ല. അവിടെ ഉള്ള ഈ ഒരു വീവേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ചേർന്നിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയെ വിളിക്കുന്ന പേരാണ് ജംഗമേഴ്സ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യുണീക്ക് ബ്ലാങ്കറ്റാണ് ഭവാനി ജമാക്കലം എന്ന് പറയുന്നത്. 1993 സ്വീഡിഷ് ഐക്കിയെ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജർമ്മനി, സ്വീഡൻ, ഇറ്റലി, UK, US, സിംഗപ്പൂർ. അത്രത്തോളം എക്കണോമിക് വാല്യൂ ഉള്ളതാണ് ഈ ഒരു ജമാക്കലം എന്ന് പറയുന്നത്. 2005-6 കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിന് GI ടാഗ് കൊടുത്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഗവൺമെൻറ് മള്ളിങ് വേസ് ടു ബൂസ്റ്റ് ഈൽ ഫ്രം പോപ്പി. സോ പോപ്പി എന്ന് പറയുന്ന ഒരു ക്രോപ്പാണ്. ഇതിൻ്റെ ജ്യൂസിൽ നിന്ന് നമുക്ക് റെഡ് ബ്രൗണിഷ് ആയിട്ട് നല്ല മണമുള്ള മയക്കുമരുന്ന് കിട്ടും. ഇതിനെ ഒപ്പിയം എന്ന് വിളിക്കും. ഈ ഒപ്പിയം, ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഉണങ്ങി കിട്ടുമ്പോൾ ഒപ്പിയം ഗമ്മാവും. ഈ ഗമ്മിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ആൽക്കലോയിഡ്സ് മെഡിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒപ്പം തന്നെ വേദന സംഹാരികളായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം ഈ എടുക്കുന്ന ആൽക്കലോയിഡ്സ് നമ്മൾ എക്സ്പോർട്ടും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ വാല്യൂസുമുണ്ട്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്പിയം ക്രോപ്പിൻ്റെ കൾട്ടിവേഷൻ അലോ ചെയ്തിട്ടുണ്ട്. ഈ ഒപ്പിയം ഫാമിനെ റെഗുലേറ്റ് ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. അപ്പോൾ ഫൈനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു ഒപ്പിയം കൾട്ടിവേഷനിലുള്ള ആ ഒരു ലാൻഡ് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അണ്ടർ നർക്കോട്ടിക്സ് ഡ്രഗ്സ് സൈക്കോട്രോപിക് ആക്ട് 1985. ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒപ്പിയം ഫാം ഉണ്ടല്ലോ, അതിൻ്റെ ലാൻഡ് ഏരിയ കുറഞ്ഞു വരികയാണ്. അതായത് പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടല്ലേ, മെഡിക്കൽ പർപ്പസിന് ആവശ്യമുണ്ട്. അപ്പം ഇതൊരു അഡിക്റ്റീവ് ഡ്രഗായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ വേദന സംഹാരികളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഒപ്പിയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കൂടി വരികയാണ്. എസ്പെഷ്യലി കോഡീൻ എന്ന് പറയുന്ന ആ ഒരു മയക്കുമരുന്നാണ് നമ്മൾ കൂടുതലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഇനിഷ്യേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വെറൈറ്റിയിലുള്ള ഒപ്പിയം ക്രോപ്സ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആൽക്കലോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ പുതിയ ക്രോപ്സിനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വീണ്ടും കൾട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ടൈപ്പ് ചെയ്തേക്കുവാണ്. സോ മുമ്പ് നേരത്തെ പറഞ്ഞ കണക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഫാമിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. ഇതിനെ PPP മോഡൽ എന്ന് വിളിക്കാം, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ. സോ പുതിയ വെറൈറ്റിയിൽ കോൺസെൻട്രേറ്റഡ് പോപ്പി സ്ട്രോ ഉണ്ട്. ഇത് ഗ്രീൻ ഹൗസിൽ ഗ്രോൺ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ട് അമെൻഡ് ചെയ്യണം. സോ പുതിയ പ്രൈവറ്റ് പ്ലെയേഴ്സും കൂടി വരികയാണ്. ഓൾറെഡി തന്നെ ഓരോ സ്റ്റേറ്റിലും ഇങ്ങനത്തുള്ള കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അപ്പം നർക്കോട്ടിക്സ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ലൈസൻസ് കൊടുക്കും അല്ലേ. ഈ ലൈസൻസ് പ്രകാരമായിരിക്കും പോപ്പി കൾട്ടിവേഷൻ അലോ ചെയ്യുക. കാരണം പ്രൈവറ്റ് പ്ലെയേഴ്സ് വരികയാണ്. അപ്പോൾ അവർക്ക് ലൈസൻസ് വഴിയായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിൽ നിന്ന് ലൈസൻസ് വാങ്ങിക്കണം. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കണം. കാരണം മയക്കുമരുന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രഡീഷണൽ ഒപ്പിയം ഗ്രോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഈ റീജിയനിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിനെ പറ്റി ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദി പ്രോട്ടോകോൾ ഓൺ വിസിറ്റ് ടു റിലീജിയസ് ഷ്രൈൻസ് 1974.
സോ ഈ എഗ്രിമെൻറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലുള്ള ഷ്രൈൻസ് വിസിറ്റ് ചെയ്യാൻ പാകിസ്ഥാനീസ് വരാറുണ്ട്, പാകിസ്ഥാനിലെ ഷ്രൈൻസ് വിസിറ്റ് ചെയ്യാൻ ഇന്ത്യൻസും പോകാറുണ്ട്. സോ ഈ ഒരു പിൽഗ്രിംസ് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ പ്രോട്ടോക്കോള് പാലിക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻറ്റിൽ പാകിസ്ഥാനിലെ 15 ഷ്രൈൻസും ഇന്ത്യയിലെ 5 ഷ്രൈൻസും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു എഗ്രിമെൻറ്റ്സിൽ ഈ പിൽഗ്രിംസിന് ഗ്രൂപ്പായിട്ട് മാത്രമേ വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ഗ്രൂപ്പിന് ഇവിടെ എൻ്റർ ചെയ്യാമെന്നുള്ള ആ ഒരു കൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ഗ്രൂപ്പ്സിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പെർ ഇയറിൽ കണക്കാണ് പറയുന്നത്. സോ ഇവർക്ക് വിസിറ്റേഴ്സ് വിസയാണ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോക്കോൾ പറയുന്നതാണ് ദി പ്രോട്ടോക്കോൾ ഓൺ വിസിറ്റ് ടു റിലീജിയസ് ഷ്രൈൻസ് 1974. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം കർത്താപൂർ കോറിഡോറിനെ പറ്റിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. സിഖ് ഗുരുവിൻ്റെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കോറിഡോർ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. 2019 5 വർഷത്തെ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും സൈൻ ചെയ്തേക്കുന്നത്. ഈ 5 വർഷത്തിൻ്റെ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പിന്മാറാനുള്ള പ്രൊവിഷൻസ് ഇതിലുണ്ട്. സോ ഈ ഒരു കോറിഡോർ കണക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ പഞ്ചാബ് പ്രൊവിൻസിലെ ദേരാ ബാബ നാനക് റീജിയനും ഒപ്പം തന്നെ പാകിസ്ഥാനിലെ പിൽഗ്രിമേജ് സൈറ്റായിട്ടുള്ള ദർബാർ സാഹിബ് ഗുരുദ്വാര റീജിയനുമാണ്. ഇത് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താപൂർ കോറിഡോറിലും പിൽഗ്രിംസ് ആണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ പിൽഗ്രിംസിന് പാകിസ്ഥാനിലെ ആ ഒരു ഗുരുദ്വാര വിസിറ്റ് ചെയ്യാനായിട്ട് വിസയുടെ ആവശ്യമില്ല. അതായത് വിസ ഫ്രീ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണിത്. ഒരു പെർമിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, ആ പ്രോട്ടോക്കോളിൽ വിസിറ്റേഴ്സ് വിസ പിൽഗ്രിംസിന് കൊടുക്കുന്നതാണ്. സോ ഇത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് കൺഫ്യൂസ് ചെയ്യാൻ ചോദിക്കും ദി പ്രോട്ടോക്കോൾ ഓൺ വിസിറ്റ് ടു റിലീജിയസ് ഷ്രൈൻസ്, ആ ഒരു എഗ്രിമെൻറ്റിൽ കർത്താപൂർ കോറിഡോർ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിക്കും. അത് ഇൻക്ലൂഡഡ് അല്ല, കാരണം മറ്റേതിൽ വിസ വേണം, ഇതിൽ വിസ വേണ്ട. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് പ്രൈം മിനിസ്റ്റർ ടു ലോഞ്ച് വെസൽ ഫോർ ദി സെഷൽസ്. സോ കോണ്ടെക്സ്റ്റ് ഇന്ത്യയും സെഷൽസും തമ്മിലുള്ള ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. സെഷൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐലൻഡ് നേഷനാണ്. ഇന്ത്യൻ ഓഷ്യനിൽ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലും ഒപ്പം തന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ വെസ്റ്റ് പാർട്ടിലുമായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സാഗർ ഡോക്ട്രിനിൽ ഹയർ പ്രയോറിറ്റി സെഷൽസിന് കൊടുത്തേക്കുന്നത്. സാഗർ ഡോക്ട്രിൻ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദി റീജിയൻ. ആ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ റീജിയനാണ്. അപ്പോൾ ഈ ഒരു റീജിയനിലുള്ള എല്ലാ കീ ഐലൻഡിനും സ്പെഷ്യൽ ഫോക്കസ് പ്രൊവൈഡ് ചെയ്യാനാണ് 2015 പ്രൈം മിനിസ്റ്റർ മോദി സാഗർ ഡോക്ട്രിൻ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഐലൻഡിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 11% ഇന്ത്യയുടെ പിൻഗാമികളാണ്. അതായത് പണ്ടത്തെ കാലത്തുള്ള ഗുജറാത്ത് തമിഴ്നാട് റീജിയനിലുള്ള ട്രേഡേഴ്സ്, ബിസിനസ്മെൻ, വർക്കേഴ്സ് അവരെല്ലാം എന്ത് ചെയ്തു, സെയ്ച്ചൽസിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിൻഗാമികളുടെ ശതമാനം നോക്കുകയാണെങ്കിൽ സെഷൽസിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 11%. സെഷൽസ് ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ ഇതൊരു വൾണറബിൾ റീജിയനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഡിഗ്രി ഓഫ് മാരിടൈം സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു സെഷൽസിന് വേണ്ടുന്ന എല്ലാ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സഹായവും ചെയ്യുന്നത് ഇന്ത്യയാണ്. ഒപ്പം തന്നെ ഇന്ത്യയും സെഷൽസും തമ്മിലുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ് ലാമിതിയെ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് മാത്രമല്ല ഇന്ത്യക്കും സെഷൽസിനും ഇടയിലുള്ളത്. ഇന്ത്യ സെഷൽസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്, നേവൽ വെസൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിഫൻസിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയിൽ ഇന്ത്യൻ ഓഷന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ത് ചെയ്തത്, ഈ ഇന്ത്യൻ ഓഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തുള്ള എല്ലാ ഐലൻഡ്സിലും എന്ത് ചെയ്തിട്ടുള്ളത്, കോസ്റ്റൽ സർവേലൻസ് റഡാർ ഇൻസ്റ്റാൾ ചെയ്തത്. ഈ റഡാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐലൻഡിലും ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഇന്ത്യയുടെ മെയിൻ ലാൻഡിലുള്ള റഡാറുമായിട്ട് ഇത് ഇൻ്റർലിങ്ക് ചെയ്യും. അപ്പോൾ സെഷൽസിൽ മാത്രമല്ല, മൗറീഷ്യസിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും മാൽദീവ്സിലാണെങ്കിൽ തന്നെയും ഇന്ത്യ ഇത്തരത്തിലുള്ള റഡാറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
സോ ഈ എല്ലാ ചെയിൻ റഡാർസും കൂടി ഓരോ റീജിയണൽ ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നീട് ഈ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, ഇന്ത്യയിലുള്ള ഓരോ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും ഓരോ രാജ്യങ്ങളുടെ ഡേറ്റാ ബേസുകൾ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഈ എല്ലാ റീജിയണൽ ഡേറ്റാസും കൂടി ഒറ്റ ഒരു ഫൈനൽ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യും. ആ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഗുരുഗ്രാമിലാണ്. അപ്പോൾ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമേഷൻ ഫ്യൂഷൻ സെൻറ്റർ ഫോർ ഇന്ത്യൻ ഓഷൻ റീജിയൻ. സോ ഈ ഒരു മെത്തേഡ്സ് വഴി ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നേവിക്ക് ഈ റീജിയനിലുള്ള എല്ലാ ഷിപ്മെൻറ്റ്സ് ആണെങ്കിലും മൂവ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ വാച്ച് ചെയ്യാൻ പറ്റും. ഡിഫൻസ് മാറ്റി നിർത്തിയ പിന്നെ എക്കണോമിക് ടൈസ് ആണുള്ളത്. അപ്പോൾ സെഷൽസ് ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമി അത്ര കിടിലമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എക്കണോമി ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസവും ഫിഷിങ്ങുമാണ്. സോ ബാക്കി സെക്ടേഴ്സ് വരുമ്പം ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇന്ത്യയാണ്. അതായത് ഇന്ത്യയാണ് ഇവരുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കീ ട്രേഡിംഗ് പാർട്ട്ണർ എന്ന് വിളിക്കാം. 2015 നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി സെഷൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിസിറ്റിലാണ് സ്ട്രാറ്റജിക് ആയിട്ടൊരു എഗ്രിമെൻറ്റ് നടന്നത്. അതായത് സെഷൽസിൻ്റെ സ്ട്രാറ്റജിക് ഐലൻഡ് ആയിട്ടുള്ള അസംഷൻ ഐലൻഡ് ഇന്ത്യക്ക് ലീസിന് കൊടുക്കാനുള്ള എഗ്രിമെൻറ്റ് സെഷൽസ് സൈൻ ചെയ്തു. സോ ഇന്ത്യ ഈ അസംഷൻ ഐലൻഡിൽ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പം സ്ട്രാറ്റജിക് എക്സ്പേർട്ട് പറയുന്നത് ഇന്ത്യയുടെ മൈൻഡിൽ എന്താണ്, ഈ ഒരു റീജിയൻ ഇന്ത്യൻ ആർമിയുടെ ഒരു മിലിറ്ററി ബേസ് ആക്കി മാറ്റാനാണ്. അപ്പോൾ അവിടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷനിൽ എന്താണ് ആ ഒരു ഐലൻഡ് റീജിയനിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മിലിറ്ററി ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പാൻഡമിക്കിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ തന്നെയും സാഗർ മിഷൻ്റെ ഭാഗമായിട്ട് എന്താണ് ഒരുപാട് മെഡിസിനൽ ഐറ്റംസ് ആണെങ്കിലും എസെൻഷ്യൽ ഐറ്റംസ് ആണെങ്കിലും ഇന്ത്യ സെഷൽസിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സെഷൽസിൽ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഇന്ത്യൻ ഓഷനിലുള്ള എല്ലാ റീജിയനിലുള്ള വൾണറബിൾ ആയിട്ടുള്ള നേഷൻസിനും ഇന്ത്യ ഈ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വാക്സിൻ മൈത്രി എടുക്കുവാണെങ്കിൽ തന്നെയും ഏകദേശം 50,000 ഡോസസ് ആണ് ആ ഒരു റീജിയനിലേക്ക് ഇന്ത്യ സപ്ലൈ ചെയ്തത്. അപ്പം കുറേ പ്രയോറിറ്റി കൺട്രീസിനായിരിക്കുമല്ലോ ആദ്യം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രയോറിറ്റി ലിസ്റ്റിൽ സെഷൽസും ഉണ്ടായിരുന്നു. ന്യൂസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോദിയും ഒപ്പം തന്നെ ഇപ്പോഴത്തെ സെഷൽസിലെ പ്രസിഡൻ്റ് ആയിട്ടുള്ള വാവിൽ റാം കൽമാനും രണ്ടുപേരും ചേർന്നിട്ടൊരു വിർച്വൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നേവൽ വെസൽ സെഷൽസിന് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വെസലിൻ്റെ പേരാണ് PS സൊറോസ്റ്റർ എന്ന് പറയുന്നത്. ഇതൊരു ഫാസ്റ്റ് പെട്രോൾ വെസലാണ്. ഇത് ബിൽറ്റ് ചെയ്തേക്കുന്നത് GRC ആണ്. കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് മാനുഫാക്ചറാണ്. GRC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ഒപ്പം തന്നെ സെഷൽസിലെ ലാർജസ്റ്റ് ഐലൻഡാണ് മാഹെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാഹെ ഐലൻഡിൽ ഇന്ത്യ 1 മെഗാവോട്ട് സോളാർ പവർ പ്ലാന്റ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് കോർട്ടിൻ്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സൈനപ്പും നടത്തിയിട്ടുണ്ട്. സോ ഈ ഒരു വിർച്വൽ മീറ്റിങ്ങിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേവൽ വെസലായിട്ടുള്ള PS സൊറോസ്റ്റർ, ഒപ്പം തന്നെ ഈ ഒരു ലാർജസ്റ്റ് ഐലൻഡ് ആയിട്ടുള്ള മാഹയിൽ മജിസ്ട്രേറ്റ് കോർട്ടിൻ്റെ കൺസ്ട്രക്ഷനും ഒപ്പം തന്നെ 1 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റും. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. 4 ലോക് അദാലത്ത് സ്പീഡ് ഓവർ റൈറ്റ്സ് ക്വാളിറ്റി. സോ കോണ്ടെക്സ്റ്റ് ലോക് അദാലത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എഫിഷ്യൻസിയെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ ലോക് അദാലത്ത് എന്താണെന്ന് നമുക്കറിയാം, ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസമാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം നോക്കുവാണെങ്കിൽ ഹയർ കോർട്ടിലാണെങ്കിലും ലോവർ കോർട്ടിലാണെങ്കിൽ തന്നെയും എന്താണ് എല്ലാ കേസുകളും ഡിലേ ആണ്, ഒരുപാട് ബേർഡൻ ആണ്. അപ്പോൾ ഈ ഒരു ബേർഡൻ റെഡ്യൂസ് ചെയ്യാനും ഒപ്പം തന്നെ സ്പീഡി ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനും വേണ്ടിയാണ് ലോക് അദാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈവൻ ആർബിട്രേഷൻ സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ ലോക് അദാലത്ത് ഇന്ത്യയുടെ മാത്രമായിട്ടുള്ള ഒരു യുണീക്ക് ഇന്നൊവേഷനാണ്. കാരണം നമ്മൾ ഹിസ്റ്റോറിക്കലി എന്താണ് വില്ലേജ് പഞ്ചായത്തിൽ അവിടുത്തെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടുത്തെ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ആൾ ഹെഡായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാറുണ്ട് അല്ലേ. ഈ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് ലോക് അദാലത്ത് കൊണ്ടുവന്നേക്കുന്നത്. 1949 ഹരി വല്ലഭ് പാരിക്
അദ്ദേഹമാണ് ലോക് അദാലത്ത് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അങ്ങനെ അന്ന് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഒന്നുമില്ലാതെ ഗുജറാത്തിലാണ് 1949 ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ആർട്ടിക്കിൾ 39A പ്രകാരം എന്താണ്, എല്ലാ സ്റ്റേറ്റും എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസും ഫ്രീ ലീഗൽ എയ്ഡും കൊടുക്കണമെന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 39A ഇൻസ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോക് അദാലത്ത് ലീഗലൈസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 39A ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 എനാക്ട് ചെയ്തു. ഈ ആക്ട് പ്രകാരമാണ് നൽസ അഥവാ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് ലോക് അദാലത്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നൽസ അതോറിറ്റിയുടെ അണ്ടറിലാണ് ലോക് അദാലത്തിനൊരു റെക്കഗ്നിഷൻ കിട്ടുന്നത്. സോ ഈ ഒരു ലോക് അദാലത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് തന്നെ, അതായത് ഔട്ട് ഓഫ് കോർട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുക. അങ്ങനെ ഈ ഒരു ലോക് അദാലത്ത് വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളിലും സ്പീഡൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്പീഡിൽ എല്ലാം കോംപ്രമൈസ് ചെയ്ത് വരുമ്പം ക്വാളിറ്റി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കോംപ്രമൈസ് ആവുന്നു എന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ് ഡീകൺസ്ട്രക്റ്റിംഗ് ഡിക്ലറേഷൻ ഓഫ് കാർബൺ ന്യൂട്രാലിറ്റി. സോ ടോപ്പിക്ക് കാർബൺ ന്യൂട്രാലിറ്റി ആണെന്ന് മനസ്സിലായി. സോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷൻസ് കാർബൺ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി ഡെവലപ്ഡ് നേഷനെ പുഷ് ചെയ്യുമ്പം പിന്നീട് ഡെവലപ്ഡ് നേഷൻസ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമുണ്ടാകുന്നത് ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് നേഷൻ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അപ്പോൾ അവർ കാർബൺ ന്യൂട്രാലിറ്റിയോ കാര്യങ്ങളോ ചെയ്ത് ടാർഗറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ ഡെവലപ്പിംഗ് നേഷൻസ് പുഷ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ പിന്നീട് ഇവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസ് ഇതുവരെ ഡെവലപ്ഡ് ആയില്ല. സോ ഇത്തരത്തിലുള്ള കാർബൺ ന്യൂട്രാലിറ്റി ഡിക്ലറേഷനൊക്കെ കൊണ്ടുവരുമ്പം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീഡ്സും കൂടി ഫോക്കസ് ചെയ്യണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സീറോ എമിഷൻസ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് സീറോ ആക്കുക. അപ്പോൾ ഇതിന് ഒരു ബാലൻസിങ് ആണ് വേണ്ടത്, എമിഷൻ വേഴ്സസ് റിമൂവിങ്. അതായത് ഓൾറെഡി തന്നെ ഒരുപാട് എമിഷൻസ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എമിഷൻസ് റിമൂവ് ചെയ്യണം. അതിനെയാണ് കാർബൺ സ്വീക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എമിഷൻസ് എന്ത് ചെയ്യണം, നിർത്തുകയും വേണം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, ക്ലീൻ എനർജി കൊണ്ടുവരിക. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസിങ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ വേൾഡിലുള്ള ഒരുപാട് ഡെവലപ്ഡ് നേഷൻസ് അവരുടെ എക്കണോമിയെ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻസ് അവരുടെ പോളിസീസിലാണെങ്കിലും അവരുടെ പുതിയ മെത്തേഡ്സിലാണെങ്കിലും അവരത് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരൊരു പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ ഞങ്ങളിത് അച്ചീവ് ചെയ്യാം. സോ ഡെവലപ്ഡ് നേഷൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് അച്ചീവ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2050 ആണ്. ഇനി നമുക്ക് പാരീസ് എഗ്രിമെൻറ്റ് നോക്കാം. പാരീസ് എഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 2 നോക്കുകയാണെങ്കിൽ അതിൽ ഗ്ലോബൽ റൈസിംഗ് ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസിന് ബിലോ ആക്കാനുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പറ്റുവാണെങ്കിൽ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിന് ബിലോ ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന ടൈം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സെഞ്ച്വറി അവസാനിക്കുമ്പോൾ, അതായത് 2100 കൂടി ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അച്ചീവ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇനി പാരീസ് എഗ്രിമെൻറ്റിലെ ആർട്ടിക്കിൾ 4.1 നോക്കുവാണെങ്കിൽ അതിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി എന്ന ടേമാണ്. അതായത് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് നേഷൻസുമുണ്ട്, ഡെവലപ്പിംഗ് നേഷൻസുമുണ്ട്, എല്ലാവരും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈക്വൽ ഷെയറിങ് ആയിരിക്കണം നടത്തുന്നത്, അല്ലെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് ആർട്ടിക്കിൾ 4.1 ഓഫ് ദി പാരീസ് എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കൺസേൺസ് പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റും ക്ലൈമറ്റ് ആക്ഷനും തമ്മിലുള്ള ഒരു ഇൻബാലൻസ് ആണ്. അതായത് ഇപ്പം ചില രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എമിഷൻസ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി അഡോപ്റ്റ് ചെയ്യണം. ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കാരണം ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതെന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവാണ്. ഈവൻ നേരത്തെ പറഞ്ഞ കണക്ക് എമിഷൻസ് മാത്രമല്ല, ഓൾറെഡി ഉള്ള എമിഷൻസ് റിമൂവ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആണെങ്കിൽ തന്നെയും കാർബൺ സ്വീക്കസ്ട്രേഷൻ ആണെങ്കിൽ തന്നെയും അതും ഹൈലി കോസ്റ്റാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജി അഫോർഡ് ചെയ്യാൻ എന്താണ് ഡെവലപ്പിംഗ് നേഷൻസിന് പറ്റില്ല എന്നല്ല. ഇപ്പോൾ അവരത് ശ്രമിക്കുകയാണെങ്കിൽ തന്നെയും നമ്മുടെ റിസോഴ്സസ് ആണ് ഡ്രെയിൻ ഔട്ട് ആവുന്നത്. നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് ആണ്. ഡെവലപ്ഡ് നേഷൻസ് ഓൾറെഡി ഡെവലപ്ഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് നടത്താം. അവരുടെ റിസോഴ്സസ് കുറച്ച് പോയാലും അവർ ഡെവലപ്ഡ് ആണ്. പക്ഷെ ഡെവലപ്പിംഗ് നേഷൻസ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം ഇവരുടെ ഡെവലപ്മെൻറ്റിന് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻ വരുമ്പം അതെന്ന് പറയുന്നത് വൈറ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പം ഡെവലപ്പിങ്ങും ഡെവലപ്ഡ് നേഷൻസും ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഡെവലപ്പിംഗ് നേഷൻസിനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഹിസ്റ്റോറിക് എമിഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഓൾറെഡി തന്നെ ഡെവലപ്ഡ് നേഷൻസ് മുമ്പേ എമിഷൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ഡെവലപ്പിംഗ് നേഷൻസൊക്കെ പിന്നീടാണ് വന്നത്. അപ്പോൾ ഇവരുടെ പെർ ക്യാപിറ്റ എമിഷൻസ് കൗണ്ട് ചെയ്തിട്ട് ഇവർക്കൊരു കാർബൺ ബഡ്ജറ്റ് കൊടുക്കും. ഇവൻ നമുക്കറിയാം ക്യോട്ടോ പ്രോട്ടോക്കോളിലാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത്. കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കോമൺ ഗോൾ എന്താണ്, ക്ലൈമറ്റ് ആക്ഷൻ ആണ്. ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പം ഡെവലപ്ഡ് നേഷൻസിൻ്റെ അതേ കോൺട്രിബ്യൂഷൻ ഡെവലപ്പിംഗ് നേഷൻസിന് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. അതിനെയാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ പാരീസ് എഗ്രിമെൻറ്റിൽ ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി അത് ഡയലൂട്ട് ചെയ്ത് കളഞ്ഞു. അതിന് പകരം എന്താണ്, നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 4.1 എന്താണ്, ഇക്വിറ്റി എന്ന ടേമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, ഒരേപോലെയുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്നാണ് പാരീസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻ്റർനാഷണൽ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം കാർബൺ ബഡ്ജറ്റ് ഇനി റിമൈനിങ് ആയിട്ട് ഈ വേൾഡിന് ഉപയോഗിക്കാതെ കിടക്കുന്ന കാർബൺ ബഡ്ജറ്റ് അതെന്ന് പറയുന്നത് 480 ഗിഗാ ടൺസ് ആണ്. സോ ഇനി അത്രയാണ് റിമൈനിങ് ആയിട്ട് കിടക്കുന്നത്. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരീസ് എഗ്രിമെൻറ്റിലുള്ള ടാർഗറ്റ് ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഡെവലപ്പിംഗ് നേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, എമിഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി 2018 തൊട്ട് 2050 വരെ, കാരണം ഡെവലപ്ഡ് നേഷൻസ് എന്താണ് 2050 ഒരു ടൈം ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2018 തൊട്ട് നോക്കുവാണെങ്കിൽ ഈ US-ൻ്റെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു കൺസെപ്ഷൻ പറയുകയാണെങ്കിൽ 106 ഗിഗാ ടൺസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റിമൈനിങ് കാർബൺ ബഡ്ജറ്റിൻ്റെ 20% US ആണ് കൺസ്യൂം ചെയ്യുന്നത്. സോ ടെക്നിക്കലി 2025 കൂടി US എന്ത് ചെയ്യണം, കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്താൽ മാത്രമേ ഈ ഒരു ടാർഗറ്റിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ US എന്താ പുഷ് ചെയ്തിട്ട് അത് 2050 ആക്കിയേക്കുവാണ്. അപ്പം ബാക്കിയുള്ള റിമൈനിങ് ടൈമിൽ ഇവരെന്ത് ചെയ്യണം, എമിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ എടുക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇവരുടെ ഒരു കൺസെപ്ഷൻ പറയുകയാണെങ്കിൽ 71 ഗിഗാ ടൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ക് പ്രകാരം 2033 ഇവരെന്ത് ചെയ്യണം, കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യണം. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ തന്നെ 2050 അവർ സെറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഈ ബാലൻസ് ഉള്ള 480 ഗിഗാ ടൺസ് ആ ഒരു കാർബൺ ബഡ്ജറ്റിൻ്റെ ആ അളവ് വീണ്ടും എന്ത് ചെയ്യും, ഇവരുടെ എമിഷൻസ് കാരണം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു എമിഷൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് ഡെവലപ്ഡ് നേഷൻസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പിംഗ് നേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു US-ൻ്റെ കൺസെപ്ഷൻ പരിശോധിച്ച വേൾഡിന് US കൊടുക്കേണ്ട കാർബൺ ഡെറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ആയിട്ട് ബന്ധപ്പെട്ട് എമിഷൻസ് നടത്തിയത് കൊണ്ട് അവർ വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട അവരുടെ കടമാണ്. അതിനെ നമുക്ക് കാർബൺ ഡെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ US-ൻ്റെ ആ ഒരു കടം എന്ന് പറയുന്നത് $14 ട്രില്യൺ ആണ്. ഇനി യൂറോപ്യൻ യൂണിയൻ എടുക്കുകയാണെങ്കിൽ $9.3 ട്രില്യൺ വരും. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു കാർബൺ ഡെറ്റ് ഇവരിത് പേ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കാരണം ഇവർ ഓൾറെഡി തന്നെ ഡെവലപ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇവരുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് ആണെങ്കിൽ തന്നെയും ഹൈ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഡെവലപ്പിംഗ് നേഷൻസ് വരുമ്പോൾ എന്താണ്, ഡെവലപ്പിംഗ് നേഷൻസിന് അവരുടെ എമിഷൻസ് ഡെവലപ്ഡ് നേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും എമിറ്റ് ചെയ്യാനുള്ള കാർബൺ സ്പേസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ ഒരു ലാർജസ്റ്റ് എമിറ്റർ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ
എമിഷൻസ് നോക്കുവാണെങ്കിൽ വളരെ ലോ ആണ്. 1990 ആ ഒരു ഗ്ലോബൽ എമിഷൻസ് കമ്പയർ ചെയ്യുമ്പം ഗ്ലോബൽ എമിഷൻസിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വെറും 3.5% ഉള്ളൂ. 2018 നോക്കുവാണെങ്കിൽ ഇതൊരു 5%. അതായത് ഇന്ത്യക്ക് കാർബൺ ഡെറ്റ് അഥവാ കാർബൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കടം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഓൾറെഡി തന്നെ കാർബൺ സ്പേസുമുണ്ട്. ഇത്ര രാജ്യങ്ങൾക്ക് എന്താണ് റിമൈനിങ് ആയിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് എമിറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ആ ഒരു കാർബൺ സ്പേസ് ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്യേണ്ട, ഇത്തരത്തിൽ ഡെവലപ്ഡ് നേഷൻസിനെ പുഷ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിങ്ങളിത് എത്തിക്കൂ എന്നുള്ള പുഷിങ് നിർത്തിയിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഈവൻ ഒരുപാട് ഡെവലപ്ഡ് നേഷൻസ് എന്താണ് ഡെവലപ്പിംഗ് നേഷൻസിനോട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങളും ഇതുപോലൊരു പ്രിസ്ക്രൈബ്ഡ് ടാർഗറ്റ് സ്പെസിഫൈ ചെയ്യാൻ. ഇന്ത്യക്കെതിരായിട്ട് ഒരുപാട് സ്ട്രെസ്സും പ്രഷറും ഡെവലപ്ഡ് നേഷൻസ് കൊടുക്കുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഗ്ലോബൽ പൊസിഷൻ ഡെവലപ്പിംഗ് ആണെങ്കിൽ തന്നെയും നമ്മൾ നല്ലൊരു ലെവലിൽ തന്നെ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇന്ത്യ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇതുപോലുള്ള ടാർഗറ്റ് സ്പെസിഫൈ ചെയ്യണമെന്നുള്ള പ്രഷറിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റർ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രഷർ വരുമ്പം ഇന്ത്യ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യണം. കാരണം ഇന്ത്യക്ക് ഇനിയും കാർബൺ സ്പേസ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എമിഷൻസ് പെർ ക്യാപിറ്റ എമിഷൻസിൽ ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ആസ്പിറേഷൻ ആണ് എന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. അബോർഷൻ ഇസ് എ വിമൻസ് റൈറ്റ് ടു ഡിസൈഡ്. സോ കോണ്ടെക്സ്റ്റ് മെഡിക്കൽ ടെർമിനേഷൻ ആക്ടിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ആക്ടിനെ പറ്റി നമ്മൾ ഇന്നലത്തെ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് റെഫർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വെയിറ്റിംഗ് ഫോർ യുവർ വാല്യുബിൾ സജഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.